ഹലോ വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. കുറേ ലേറ്റ് ആയിപ്പോയി ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കുകയാണ്. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ അവൾക്കൊരു ബ്രൈഡൽ ഷോർ നമ്മൾ കൊടുക്കുന്നുണ്ട്, ബ്രൈഡ് ടു ബി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് തന്നെ ഇങ്ങനെ ബൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനത്തിന് മെഷ് റോൾ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടായിരുന്നു. കാരണം പിൻട്രസ്റ്റിലൊക്കെ കുറേ ബൊക്കകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസ്തെറ്റിക്കാണ് അങ്ങനെ ആ ഒരു സാധനം അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക റാപ്പ് ചെയ്യുന്ന പേപ്പേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ബൊക്കേക്ക് തന്നെ. പിന്നെ ഇതുപോലെ കുറച്ച് റിബണ്. പിന്നെ ഈ ഒരു സാധനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനാണ്. അപ്പോഴത് കുറച്ചും കൂടെ എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. ഇതിങ്ങനെ പ്രത്യേക ഒരു ഇവൻറ്റിനുള്ളതായതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ തന്നെയായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ട് അവൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതന്നേ ഉള്ളൂ. പിന്നെ ഓക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് അവളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളും വരാറുണ്ട്. ആൻഡ് ഇറ്റ്സ് കോമൺ. പിന്നെ നമുക്ക് ചെറുതായതിന് സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ക്രാഫ്റ്റ് ചാനൽ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചായിട്ടുണ്ട്. എന്നോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. തിരക്കൊക്കെ കാരണം വൈകിപ്പോയി. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിടണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിൻ്റെ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ റീസൺ എനിക്കിങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്, എസ്പെഷ്യലി ബാക്കിയുള്ള ആളുകളെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്ന സമയത്ത്. പിന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെയുള്ളൊരു കൺസേൺ. പിന്നെ ആ ഒരു മൊമെൻറ്റും കൂടെ നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും വ്ളോഗ് എടുത്തുകൊണ്ടൊക്കെ ഇരിക്കാൻ അറിയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. സോ കല്യാണത്തിൻ്റെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് കേട്ടോ ഈ ഒരു ബൊക്കേൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വിചാരിച്ചതിൽ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തതുകൊണ്ടാവും. പിന്നെ ഈ ഒരു ബൊക്കെ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ അത്ര മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഞാൻ ഈ ഒരു പരിപാടിക്ക് നല്ല അടിപൊളിയായി മേക്കപ്പൊക്കെ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ സിസ്റ്ററാണ് അതൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഈ 2 ബൊക്കേസും ഞാൻ എൻ്റെ കവറിൽ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നാട്ടുകാരൊക്കെ എന്നെ ചോദിക്കണ്ടായിരുന്നു എന്താ പരിപാടി എന്നൊക്കെ. പിന്നെ ഞാൻ ബസ് പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ പോയ സമയത്താണ് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ഇൻഫ്ലുവൻസർ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ അവിടെ നിന്ന് മീറ്റ് ചെയ്യുന്നത്. ആമി വ്ളോഗ്സ് എന്ന് പറഞ്ഞാലായിരിക്കും അറിയാം. അവൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ജിസ്നയാണ്. ജിസ്ന നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ, സംഗീത, ജിസ്ന, പൂജ, നമ്മൾ 4 പേരുമായിരുന്നു ഒരു കോളേജിലെ ഗ്യാങ് എന്ന് പറയുന്നത്. പിന്നെ ഇവരെയൊക്കെ നിങ്ങൾ എൻ്റെ റൂമിലെ ഫോട്ടോസിലും പോളറോയിഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഒരു തീം എന്ന് പറയുന്നത് ബ്ലൂ, പിങ്ക് ആൻഡ് വൈറ്റ് തീമായിരുന്നു. ഈ ഒരു ഇവൻ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് എന്നുള്ള കേക്ക് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേന്നാണ് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് എരഞ്ഞിപ്പാലത്താണ്, സൈലത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഈ ഒരു കഫേൻ്റെ കളർ തീം എന്ന് പറയുന്നതും ബ്ലൂ, വൈറ്റ് ആൻഡ് പിങ്ക് ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു കഫേ ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കളർ തീം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോയിൻസിഡൻസ് എന്ന് പറയാലോ. ഇതാണ് പൂജ. പോളോട് നമ്മളൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ബ്ലൂ ഡ്രസ്സ്, ഡെക്കറേഷൻ ഫുൾ പിങ്ക് ആൻഡ് വൈറ്റ് തീമിൽ, കേക്ക് മാത്രം ഒരു ബ്ലൂ തീമിൽ, അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടി അടിപൊളിയായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ കേക്ക് അത്യാവശ്യം നല്ല എമൗണ്ടിൽ തന്നെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷമാണ്, കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരാൾ പറഞ്ഞാൽ പൂജയാണ്. ബാക്കി ഇവർ 2 പേരും അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. പിന്നെ പൂജേൻ്റെ തന്നെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, തേജ. അപ്പോൾ അവളെയും കൂടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജയ്ക്ക് സർപ്രൈസ് ആയിട്ട് അവളുടെ ഫിയാൻസേൻ്റെ ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നേരെ പൂജേൻ്റെ വീട്ടിലേക്കാണ് പോയത്. അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.